കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കോട്ടയത്തെ തൊഴിലാളികൾ ഒന്നടങ്കം പങ്കെടുക്കുമെന്ന് യൂണിയൻ നേതാക്കൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, BSNL, പോസ്റ്റൽ അടക്കമുള്ള ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകും. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ഇൻഷുറൻസ് മേഖലയുടെ 100% സ്വകാര്യ പങ്കാളിത്തം ഉപേക്ഷിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക, തൊഴിലാളികൾക്ക് മികച്ച പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്കെന്ന് CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനിൽകുമാർ പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന ലേബർ കോഡിലൂടെ തൊഴിലാളികളോട് പറയുന്നത് 8 മണിക്കൂർ ജോലി ചെയ്താൽ പോരാ, 12 മണിക്കൂർ വരെ ജോലി ചെയ്യണം. 2, ലേബർ കോഡ് പറയുന്നത് നിങ്ങൾക്കിനി തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല, നിങ്ങളെ നിശ്ചിതകാല തൊഴിലാളികളാക്കി പരിമിതപ്പെടുത്തും. 3, ഈ ലേബർ കോഡ് പറയുന്നത് നിങ്ങളുടെ വേതനം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കേണ്ടതില്ല, എല്ലാ തരത്തിലുള്ള വേതന വർധനവും ദുശ്ചലമാണ്, അല്ലെങ്കിൽ അത് അധിക ചെലവാണ്. 4 കാര്യം, ഇപ്രകാരം ഒരു തെറ്റായ കാര്യം വരുമ്പോൾ കൂട്ടായി വിലപേശാനുള്ള തൊഴിലാളിയുടെ പ്രാഥമിക അവകാശമാണ് സംഘടന. ആ സംഘടനയുടെ രജിസ്ട്രേഷനുള്ള എല്ലാ അവകാശങ്ങളും വിടുന്നു. സംഘടന എന്ന് പറയുന്നത് നാമമാത്രമാണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അവരുടെ തൊഴിലാളി സംഘടനയ്ക്ക് പേരിടാൻ പാടില്ല എന്നിവരുടെ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ലേബർ മന്ത്രാലയം മുന്നോട്ട് കൊണ്ടിരുന്നത്. ഇതോടുകൂടി സ്ഥാപനവുമായി ബന്ധമില്ലാത്തവരായി തൊഴിലാളിമാർക്കാണ്. ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം. ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ അത് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയാണ്. 120 ദിവസം പണി കൊടുക്കുന്നെല്ലാം പറഞ്ഞെങ്കിലും പദ്ധതിക്ക് 30,000 കോടി അനുവദിച്ചിട്ടുള്ളൂ. 2.5 ലക്ഷം കോടി അനുവദിച്ചാലേ അവർ പറഞ്ഞ വാഗ്ദാനത്താണ് പദ്ധതി അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ജോൺ വി ജോസഫ്, ജില്ലാ പ്രസിഡന്റ് PK ആനന്ദക്കുട്ടൻ, റഷീദ് കോട്ടപ്പള്ളി, രാജു, സുഹൈബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.